നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സർവീസ്, അതായത് ഫ്രീ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അത് എല്ലാ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ PS പ്രശാന്ത് സാറിൻ്റെ സപ്പോർട്ടെല്ലാം ഉണ്ട്. മറ്റ് ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള ഡോക്ടേഴ്സാണ്. കേരളത്തിന് പുറത്തുള്ള ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി, ബോംബെ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ മീൻസ് അപ്പോളോ ഹോസ്പിറ്റൽ, ഗംഗാറാം ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള പല പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്നുള്ള സീനിയർ ഡോക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു സംരംഭം, അങ്ങനെ ഒരു, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സർവീസാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരിക്കലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്നില്ല. 24 hours-ആണ്. മലകയറ്റവുമായി ബന്ധപ്പെട്ടൊരു സംഭവം വരുന്നത് നമ്മുടെ ശാരീരിക ഘടനയിലേക്ക് തന്നെ ധാരാളം വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സഹായം, ഒരു മെഡിക്കൽ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണ്. എന്താ വെച്ചാൽ നമ്മൾ കാരണം ഒരാളുടെ വേദന മാറുമ്പോൾ നമുക്കൊരു സുഖമാണ്. നമ്മളിപ്പോൾ ഫ്രഷേഴ്സാണ്, നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് 1 വർഷം ആവുന്നുള്ളൂ. നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറി ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെയാണ്. പോരാത്തതിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് വരുന്നത്. നമസ്കാരം. ഡോക്ടർമാരുടെ വാട്സാപ്പ് കൂട്ടായ്മയാണ് ഇത്തവണ ശബരിമലയിലും പമ്പയിലും സൗജന്യ സേവനം ഒരുക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ സേവനത്തിന് പുറമെ ഈ ഡോക്ടർമാരുടെ സേവനം തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസകരമായി മാറുകയാണ്. ഡിവോട്ടീസ് ഓഫ് ഡോക്ടേഴ്സ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ പേരിലാണ് ഇപ്പോൾ സൗജന്യ സേവനത്തിനായി ഡോക്ടർമാർ എത്തിയിരിക്കുന്നത്. വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരാണിവർ. അതോടെ സന്നിധാനത്ത് ഇത്തവണ വനിതാ ഡോക്ടർമാരുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. സന്നിധാനം ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വനിതാ ലേഡി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഇവർ തന്നെ മരുന്നുകളും മറ്റ് ആശുപത്രി ഉപകരണങ്ങളുമൊക്കെ എത്തിച്ചുകൊണ്ട് മികച്ച രീതിയിലാണ് തീർത്ഥാടകർക്കായുള്ള സേവനം അല്ലെങ്കിൽ ആരോഗ്യ ചികിത്സാ സഹായം ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ആശുപത്രി പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള ഹോസ്പിറ്റലിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് ഈ ഡിവോട്ടീസ് ഓഫ് ഡോക്ടേഴ്സ് എന്ന സംഘടനയെ പറ്റി ഡോക്ടറായ ബിജു ജി നമ്മളോട് വിവരിക്കും. അതായത് നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു 200ഓളം ഡോക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് ഈ ഡിവോട്ടി ഡോക്ടേഴ്സ് എന്നുള്ള പേരിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സർവീസ്, അതായത് ഫ്രീ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അത് എല്ലാ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ PS പ്രശാന്ത് സാറിൻ്റെ സപ്പോർട്ടെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ഡോക്ടർ രാംനാരായൺ എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹം ഇന്ത്യയിലെ പ്രശസ്തനായ ഫങ്ഷണൽ ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻ്റ് കെയറാണ്. പേഷ്യൻ്റ് കെയർ എന്ന് വെച്ചാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ എമർജൻസി സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഇപ്പോൾ കൂട്ടായ്മയിൽ അവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് മെയിനായിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നത്. അവിറ്റീസിലെ ഡോക്ടേഴ്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇദ്ദേഹം ഡോക്ടർ അനീബ് ആൻഡ് ഇദ്ദേഹം ഡോക്ടർ നൗഫൽ. അപ്പോൾ ഇപ്പോൾ ഇവർ എപ്പോഴും 24 hours ഇവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ മറ്റ് ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള ഡോക്ടേഴ്സാണ്. കേരളത്തിന് പുറത്തുള്ള ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി, ബോംബെ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ മീൻസ് അപ്പോളോ ഹോസ്പിറ്റൽ, ഗംഗാറാം ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള പല പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്നുള്ള സീനിയർ ഡോക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു സംരംഭം, അങ്ങനെ ഒരു, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സർവീസാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരിക്കലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്നില്ല. 24 hours-ആണ്. ശരിക്കും മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മളങ്ങനെ ഒരു കാര്യത്തിനും ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സംഭവമില്ല. കാരണം നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്കെല്ലാ സഹായങ്ങളും തരുന്നത് ഗവൺമെൻറ് തന്നെയാണ്. നമുക്കെല്ലാ സഹായങ്ങളും തരുന്നത് എസ്പെഷ്യലി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് PS പ്രശാന്ത് സാറാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് താങ്ക്സ്, അതായത് നന്ദി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സാറ് ഗ്രൂപ്പ് ലീഡർ ഡോക്ടർ രാംനാരായൺ, അദ്ദേഹമാണ് അങ്ങനെയുള്ള നേതൃത്വം നൽകുന്നത്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ. കോർഡിനേറ്റേഴ്സ് ഞങ്ങളെല്ലാവരും കോർഡിനേറ്റേഴ്സ് തന്നെ പറയാം. പശു ഡോക്ടർ കോർഡിനേറ്ററാണ്, സാറാണ് ചീഫ് കോർഡിനേറ്റർ, ഡോക്ടർ രാംനാരായണനാണ് ചീഫ് കോർഡിനേറ്റർ. മരുന്നുകളുടെയൊക്കെ അഭാവം എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ? മരുന്നുകളൊക്കെ നമുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. ഇല്ലാത്തത് നമ്മളത് അതിനനുസരിച്ച് നമ്മൾ തന്നെ അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. എല്ലാവരും ഇവിടെ സേവന നിരതരായി തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ദേവസ്വം ബോർഡിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അപ്രാച്യമേട്ടിൽ ഒരു കാർഡിയോളജി സെൻറ്റർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറാണ് അത് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. രാംനാരായൺ സാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു.
അപ്പോൾ ഞങ്ങൾക്ക് അത് ആ ഒരു ഫെസിലിറ്റി കിട്ടിയിരുന്നില്ല. കാരണം ഈ അപ്പാച്ചിമേട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് മെയിനായിട്ട് അയ്യപ്പ ഭക്തന്മാർ കടിയാക്ക് അറസ്റ്റ് വന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ സഹായങ്ങൾ ചെയ്തു തരാം എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടിയിരുന്നില്ല. പക്ഷേ ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്, അതായത് ഒരു കഡിയാക് സെൻ്റർ എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ മീൻസ് തീർത്തും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതിനുള്ള ഡോക്ടേഴ്സും ഫെസിലിറ്റീസും എല്ലാ സംഭവങ്ങളും ചെയ്തു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സും തയ്യാറാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കാനും തയ്യാറാണ്. അപ്പോൾ അതിനുള്ളൊരു സഹായവും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കാർഡിയാക്ക് പ്രശ്നം വരുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് തീർത്ഥാടകർ മരണപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയുള്ളൊരു? തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്നറിയാത്ത കാരണം കൊണ്ട് പല ഭക്തന്മാരും മരണപ്പെടാറുണ്ട്. ശരിക്കും കാർഡിയാക്ക് ഇഷ്യൂ വരുന്നത് ഒരാളുടെ അറിവില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടും അവരുടെ ജീവിതശൈലി കൊണ്ടും ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ദർശനം, അതായത് ഇങ്ങനെ ഒരു മലകയറ്റവുമായി ബന്ധപ്പെട്ടൊരു സംഭവം വരുന്നത് നമ്മുടെ ശാരീരിക ഘടനയിലേക്ക് തന്നെ ധാരാളം വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സഹായം, ഒരു മെഡിക്കൽ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു സംഭവം ഗവൺമെൻറ് ചെയ്തു തരാമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നടപടിയാവില്ല. നെക്സ്റ്റ് ഇയർ അങ്ങനെ ഒരു സംഭവം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പം നമുക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും പശ്ചിമേടിലൊക്കെ ഒരുക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി തന്നെ ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. ഈ വർഷവും ഞങ്ങളത് തയ്യാറായിരുന്നു. പക്ഷേ അതിനുള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്കും ഇമ്മീഡിയറ്റ് അതിനുള്ള ആ ഒരു അപര്യാപ്തതകളുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അടുത്ത വർഷം നമുക്കത് സഹായങ്ങൾ ചെയ്തു തരാം എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. சபரிமலை சன்னதியில் நாங்கள் டாக்டர்ஸ் இங்கே சர்வீஸ்க்கு வந்திருக்கிறது எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குது. ஒரு 5 நாள் 6 நாள் ஒர்க் விட்டுட்டு ஒன்லி சர்வீஸ், பம்பையில் ஒரு 2 நாள், இங்கே ஒரு 3 நாள், ஒரு நாளைக்கு 500 பேஷண்ட் இண்டிவிஜுவலாக, ஒவ்வொருத்தருக்கு 500 பேஷண்ட் 600 பேஷண்ட் யார் ஹெல்ப்னு வராங்களோ அவங்களுக்கு பார்க்குறோம். கேரளாவில் ஒர்க் பண்ணுற டாக்டர்ஸ் கூட சேர்ந்து ஒர்க் பண்ணுறதும், இங்கே இருக்க ஃபெசிலிட்டிஸு எல்லாமே நல்ல அப் டு ஸ்டாண்டர்ட் இருக்குது. அதே மாதிரி தி எமர்ஜென்சி சர்வீசஸ் நடந்து வர வழியிலேருந்து பெருவழி சிறுவழி எல்லாத்துலேயுமே எமர்ஜென்சி சர்வீசஸ் வந்து நல்லா அப் டு ஸ்டாண்டர்ட் வச்சுருக்காங்க. எனி ட்ராமா இங்கே கொண்டு வந்துடுறாங்க. இங்கேருந்து ஆம்புலன்ஸை இமீடியட்டாக பேஷண்ட்டில் பம்பைக்கு ஷிஃப்ட் பண்ண முடியுது. அங்கேருந்து ஃபர்தர் மேனேஜ்மெண்ட்ஸ் பண்ண முடியுது. ஸோ இங்கே இருக்க அந்த கவர்மெண்ட் செட்டப் அண்ட் தி கவர்மெண்ட் இன்வால்மெண்ட் இன் பேஷண்ட் கேர் வந்து ரொம்ப நல்லாவே பண்ணியிருக்காங்க. ப்ரைவேட் செக்டாரில் வந்து டீம்ஸ் ஆஃப் டாக்டர்ஸையும் அக்செப்ட் பண்ணி அவங்க டீமாக வந்து இவங்களோட சேர்ந்து ஒர்க் பண்ணுறது. இப்போ ஒன்றும் இல்லை, கார்டியாலஜிஸ்ட் பிஜி டாக்டர் ஹரிகிஷோர் இருக்கார், அவர் என்னோட ஸ்டூடெண்ட். பட் இப்போ அவர் கூட இங்கே வந்து அவங்களுக்கு கீழே நம்ம ஒர்க் பண்ணுறப்ப நல்ல ஒரு கோஆர்டினேஷன் இருக்குது. ஸோ இது ஒரு நல்ல எஃபர்ட். இந்த எஃபர்ட் வந்து கேரளா கவர்மெண்ட் ஒவ்வொரு வருஷமும் பண்ணோம். எப்படி எல்லா ஸ்டேட்லேருந்தும் பக்தர்கள் வராங்களோ ஐயப்பனை பார்க்க, அதே மாதிரி எல்லா ஸ்டேட்லேருந்தும் எங்களை மாதிரி பக்தர்களும் வந்து சேவை செய்யட்டும். நன்றி. We are doctors from Tamil Nadu. Actually, we are come from here for service. We organized a team head by Dr. Ram Narayanan and Dr. Deepthi and Dr. Prasad. They organized this service for this year, and we got permission from Kerala government and High Court for this service, and we are doing service here Pampa for 2 days and Sannidhanam for 3 days, and we are doing service along with government doctors. Every day there are so many thousand people are coming, so they cannot see all the patients. Every day minimum 2,000 to 5,000 people are coming here to the hospital. They have so much workload, so they need more doctors to work for them. So for that we came and we are helping for them, for the government doctors. ഈ ഭക്തരൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം അവർക്ക് ഒരുപാട് ഇതായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നവരുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന സേവനവും സൗജന്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അല്ല, നമ്മളെപ്പോഴും ഒരാളെ സഹായിക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം വരുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ, നമുക്കറിയാം ഒരു ദിവസം നിയർലി 60,000 മുതൽ 80,000-ഓളം ഭക്തന്മാർ വരുന്നുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെ പമ്പൻ്റെ അടുത്തൊന്നുണ്ട്, പിന്നെ സന്നിധാനത്താണ്. അപ്പോൾ എന്തെങ്കിലും ഓൺ ദ വേ എന്തെങ്കിലും പറ്റിയാൽ നമുക്കൊരു ഹെൽപ്ഫുള്ളാണ് നമ്മളെ പരിപാടി. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്താ വെച്ചാൽ നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഉദ്ദേശം പറയുകയാണെന്ന് വെച്ചാൽ നിയർലി നമുക്കൊരു 100-150 OPDs വരുന്നുണ്ട്. അത്
മെയിൻലി ഭക്തർ, ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, പോലീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് നമുക്ക് വരുന്നത്, മെയിൻലി വരുന്ന ആൾക്കാർ. അപ്പോൾ ഓക്കെയാണ്. എന്താ വെച്ചാൽ നമ്മൾ കാരണം ഒരാളുടെ വേദന മാറുമ്പോൾ നമുക്കൊരു സുഖമാണ്. നമ്മളിപ്പോൾ ഫ്രഷേഴ്സാണ്, നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് 1 വർഷം ആവണുള്ളൂ, നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറി ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെയാണ്. പോരാത്തതിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഹോസ്പിറ്റലുകളിലൊക്കെ ഷുവർ ഡെഫിനറ്റ്ലി, അതായത് ഹൈ ക്ലാസ് 3 സ്റ്റാർ 5 സ്റ്റാർ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന സാറുമാർ, എസ്പെഷ്യലി രാംനാരായൺ സാർ. നമുക്ക് പറയാൻ വെച്ചാൽ അയാൾ വേറെ ലെവലാണ്. മൂപ്പരെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കരിയറും ഗ്രോത്ത് ആവുന്നതാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെടുത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 1 മാസമായി ഇവിടെ സേവനത്തിന് വന്നിട്ട് ആദ്യമായിട്ടാണോ ഈ ശബരിമലയിൽ സേവനത്തിനായി പമ്പയിലൊക്കെ എത്തുന്നത്? അതെ, ആദ്യമായിട്ടാണ് ഇവിടെ പമ്പയിൽ സേവനത്തിന് എത്തിയിരിക്കുന്നത്. മണ്ഡലകാലം മൊത്തം മുഴുവനും നവംബർ 15 തൊട്ട് ജനുവരി 20 വരെ ഉള്ള 2 മാസക്കാലം മൊത്തമായിട്ട് ഞങ്ങൾ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഡിവോട്ടി ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ അതും പിന്നെ അവൈറ്റിസും കമ്പൈൻഡ് ആയിട്ട് നടത്തുന്നതും പിന്നെ അതിൻ്റെ ഈ ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഒരു സമ്പ്രദായം ആണല്ലോ ഇത്. ഞങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സേവന രീതിക്ക് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. നമസ്കാരം. ഇത് അവൈറ്റീസ് ഹോസ്പിറ്റൽ, പാലക്കാടുള്ള അവൈറ്റീസ് ഹോസ്പിറ്റലും ഡിവോട്ടി ഡോക്ടേഴ്സ് എന്നുള്ളൊരു സംഘടനയായി ചേർന്നാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത്. ഈ വർഷമാണ് നമുക്കിതിനുള്ള അവസരം വരുന്നത്. അപ്പോൾ പല ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ വരുന്ന ആളുകളിൽ ഞങ്ങളിത് തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പല പോരായ്മകളും നമുക്കുണ്ടാവും. പക്ഷെ അടുത്ത വർഷം വരുന്തോറും നമ്മളതിനെ മറികടന്ന് പരാതികളില്ലാത്ത രീതിയിലേക്ക് മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമുക്കിവിടെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ തന്നെ ഉണ്ട്, എക്സെപ്റ്റ് കാത്ത് ലാബ് നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സേവനങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് സൗജന്യമായ രീതിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മരണപ്പെടുന്നത് ഹൃദയസ്തംഭനം മൂലമാണ്. ഹൃദ്രോഗ ചികിത്സയ്ക്കാണ് ഈ ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതും സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള വിവിധ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിലെ പ്രശസ്തരായ ഡോക്ടർമാർ. അപ്പാച്ചിമേട്ടിൽ ഉൾപ്പെടെ ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് പുതിയ സംവിധാനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെ സംവിധാനം ഏർപ്പെടുത്തുവാൻ ഇവർ തയ്യാറുമാണ്. സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ദേവസ്വം ബോർഡുമൊക്കെ അത് ഉടൻ തന്നെ അടിയന്തരമായി ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് തീർത്ഥാടകരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ശബരിമല.